നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ വേഗത്തിൽ. എം ലോറൻസിന് കേരളത്തിന്റെ അന്ത്യാഞ്ജലി. ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറി. മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കും. ലോറൻസിനെ അന്ത്യാഞ്ജലി അർപ്പിച്ച് മുഖ്യമന്ത്രിയും വിവിധ നേതാക്കളും. എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. മൃതദേഹം പഠനാവശ്യത്തിന് വിട്ടു നൽകുന്ന കാര്യത്തിൽ മെഡിക്കൽ കോളേജിന് തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി. കോടതി ഇടപെടൽ മകൾ ആശ ലോറൻസ് നൽകിയ ഹർജി. എം ലോറൻസിന്റെ പൊതുദർശന സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ സംഘപരിവാർ ശ്രമം. ആശയ്ക്ക് പിന്നിൽ ഒരു വിഭാഗം RSS നേതാക്കളെന്ന് ലോറൻസിന്റെ മകൻ സജീവൻ. ഷിരൂരിലെ അർജുൻ ദൗത്യം നിർണായക ഘട്ടത്തിൽ. അർജുന്റെ ലോറിയുടെ ക്രാഷ് ഗാർഡ് കണ്ടെത്തി. സ്ഥിരീകരിച്ച ഉടമ മനാഫ്. വസ്ത്രഭാഗങ്ങളും കണ്ടെത്തിയതായി സൂചന. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ടയറും കണ്ടെത്തി. ടയർ ടാങ്കർ ലോറിയുടേതെന്ന് സംശയം. ഇന്നലെ കണ്ടെത്തിയ അസ്ഥി മൃഗത്തിൻ്റേതെന്ന് സ്ഥിരീകരണം. ചുവന്ന ചരിത്രമെഴുതി ശ്രീലങ്ക. ഇടതു സർക്കാർ ലങ്കയിൽ അധികാരത്തിൽ. മാർക്സിസ്റ്റ് നേതാവ് അനുരകുമാര ദിസനായകെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. അഭിവാദ്യമർപ്പിച്ച് CPIM പോളിറ്റ് ബ്യൂറോ. തൃശൂരിലെ തോൽവിയിൽ KPCC അന്വേഷണ സമിതി റിപ്പോർട്ട് പുറത്ത്. BJPയിലേക്കുള്ള വോട്ട് ചോർച്ചയിൽ റിപ്പോർട്ടിൽ മൗനം. തോൽവിക്ക് കാരണം പൂരമല്ലെന്നും സംഘടനാ ദൗർബല്യമാണെന്നും അന്വേഷണ സമിതി റിപ്പോർട്ട്. തൃശൂരിലെ പരാജയത്തെക്കുറിച്ച് KPCC പ്രസിഡന്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് K മുരളീധരൻ. തൃശൂരിലെ തോൽവിയിൽ പരാതിയില്ലെന്നും K മുരളീധരൻ. അന്നയുടെ മരണത്തിൽ നിർമ്മല സീതാരാമന്റെ പ്രസ്താവന യുവജനങ്ങളോടും തൊഴിലാളികളോടുമുള്ള വെല്ലുവിളിയെന്ന് DYFI. കേന്ദ്ര ധനമന്ത്രിയുടെ ലക്ഷ്യം തൊഴിൽ ചൂഷണം നടത്തുന്ന കോർപ്പറേറ്റുകളുടെ സംരക്ഷണമെന്നും DYFI. IT ജീവനക്കാരെ ചൂഷണം ചെയ്യുന്ന കോർപ്പറേറ്റ് ഡ്രാക്കുളമാരുടെ സംരക്ഷകയായി രാജ്യത്തിന്റെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മാറിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. IT ജീവനക്കാർക്ക് നേരെയുള്ള കോർപ്പറേറ്റ് ചൂഷണത്തിനെതിരെ കേന്ദ്ര സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും മന്ത്രി. അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ നിർമ്മല സീതാരാമന്റെ പ്രതികരണം ഹൃദയശൂന്യമെന്ന് മന്ത്രി MP രാജേഷ്. കോർപ്പറേറ്റ് ജോലിയേക്കാൾ ലാഭകരമാണെന്ന് കരുതി രാഷ്ട്രീയത്തിലേക്ക് വന്നയാളാണ് നിർമ്മല സീതാരാമനെന്ന് മന്ത്രി MP രാജേഷ്. അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ നിർമ്മല സീതാരാമനെ വിമർശിച്ച് മന്ത്രി R ബിന്ദു. കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ കോർപ്പറേറ്റ് തമ്പ്രാക്കളെ സുഖിപ്പിക്കാനാണെന്ന് മന്ത്രി ഡോക്ടർ ബിന്ദു. മരണത്തിന്റെ ഉത്തരവാദിത്തം കേന്ദ്രമന്ത്രി കുടുംബത്തിന് മുകളിൽ ചാർത്തി കൈയൊഴുകയാണെന്ന് മന്ത്രി R ബിന്ദു. ദുരിതമൊഴിയാതെ കേരളത്തിലെ ട്രെയിൻ യാത്ര. വേണാട് എക്സ്പ്രസിൽ യാത്രക്കാർ കുഴഞ്ഞു വീണു. പല ട്രെയിനുകളും വൈകിയോടുന്നു. പ്രതിഷേധിച്ച് യാത്രക്കാർ. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സൂക്ഷിക്കുന്നതും കാണുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമെന്ന് സുപ്രീം കോടതി. ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്നത് കുറ്റകരമല്ലെന്ന മദ്രാസ് ഹൈക്കോടതി വിധി റദ്ദാക്കി സുപ്രീം കോടതി. PV അൻവറിന്റെ കാര്യം പാർട്ടി ചർച്ച ചെയ്തിട്ടില്ലെന്ന് K മുരളീധരൻ. അൻവറിന്റെ കാര്യത്തിൽ കോൺഗ്രസ് മാത്രം തീരുമാനമെടുത്താൽ പോരെന്നും മുരളീധരൻ.
കോഴിക്കോട് പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച സംഭവം കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ മാർച്ച് ആരോപണ വിധേയയായ ഡോക്ടർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടു. സുഭദ്ര കൊലക്കേസിൽ പ്രതികളുമായുള്ള ആലപ്പുഴയിലെ തെളിവെടുപ്പ് പൂർത്തിയായി. ഉടുപ്പിയിലെ തെളിവെടുപ്പിന് ശേഷമാണ് ആലപ്പുഴയിൽ പ്രതികളെ എത്തിച്ചത്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ NTA-ക്ക് ക്ലീൻ ചിറ്റ് നൽകി CBI. NTA-ക്ക് ചോർച്ചയിൽ പങ്കില്ലെന്നും ജാർഖണ്ഡ് കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് പിന്നിലെന്നും CBI. NTA വെള്ളപൂശി മോദി സർക്കാർ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ ലീഗിൽ ആശയക്കുഴപ്പം. രാംനാഥ് കോവിന്ദ് കമ്മിറ്റി മുമ്പാകെ നിലപാട് പറഞ്ഞോ എന്നത് വിഷയമല്ലെന്നും ലീഗ് ഇക്കാര്യത്തിൽ പാർലമെന്റിൽ നിലപാട് പറഞ്ഞിട്ടുണ്ടെന്നും MK മുനീർ. ഒറ്റക്കെട്ടായി എതിർക്കേണ്ട വിഷയമാണെന്നും മുനീർ. ജമ്മു കശ്മീരിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. രണ്ടാം ഘട്ടത്തിൽ വിധി തേടുന്നത് ഗാന്ദർബൽ, ബദ്ഗാം മണ്ഡലം ഉൾപ്പെടെ 26 മണ്ഡലങ്ങൾ. മത്സരത്തിനൊരുങ്ങി 238 സ്ഥാനാർത്ഥികൾ. രണ്ടാം ഘട്ടത്തിലും മികച്ച പോളിംഗ് പ്രതീക്ഷയിൽ മുന്നണികൾ. തൃശൂരിൽ സ്ഥലവും വീടുമില്ലാത്ത 231 പേർക്ക് ഭൂമി നൽകുന്ന പദ്ധതിക്ക് തുടക്കം. പദ്ധതി തൃശൂർ കോർപ്പറേഷനും ലൈഫ് മിഷനും ഒരുമിച്ച് കൈകോർത്ത്. മാറ്റാമ്പുറത്തുള്ള കോർപ്പറേഷൻ ഭൂമിയിൽ 3 സെന്റ് വീതം ഭൂമി ഭൂരഹിതർക്ക് നൽകും. കൈവശാവകാശ രേഖ നൽകൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി. കൊല്ലം കടയ്ക്കലിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്ന അപകടം. നിർമ്മാണ തൊഴിലാളിക്ക് പരിക്കേറ്റു. ഫയർഫോഴ്സ് എത്തി തൊഴിലാളിയെ പുറത്തെടുത്തു. പരിക്കേറ്റ രാജനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പ്. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. മഴ മുന്നറിയിപ്പ് എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ. അഴീക്കോടൻ രാഘവൻ രക്തസാക്ഷിയായിട്ട് ഇന്നേക്ക് 52 വർഷം. സ്മരണാഞ്ജലി അർപ്പിച്ചു കേരളം. ശത്രുക്കൾക്ക് മുന്നിലേക്ക് പാർട്ടിയെ കൊത്തിവലിക്കാൻ ഇട്ടുകൊടുക്കരുതെന്ന് PK ശ്രീമതി ടീച്ചർ. പാർട്ടി അനുഭാവിയായാലും പാർട്ടി അംഗമായാലും അങ്ങനെ ചെയ്യരുത്. പാവപ്പെട്ടവരുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും പാർട്ടിയാണ് CPIM എന്നും ശ്രീമതി ടീച്ചർ. പാർട്ടി എടുക്കുന്ന സംഘടനാപരമായ ഏതു തീരുമാനത്തിനൊപ്പവും നിൽക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ച് പാർട്ടിയിൽ ഒരു ചർച്ചയും നടക്കുന്നില്ലെന്ന് പാർട്ടി അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് AK ശശീന്ദ്രൻ. ലൈംഗിക പീഡന കേസിൽ നടൻ ജയസൂര്യ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പരാതി അടിസ്ഥാനരഹിതമാണെന്ന് ജയസൂര്യ. പരാതിയിൽ പറയുന്ന ദിവസങ്ങളിൽ ഷൂട്ടിംഗ് നടന്നിട്ടില്ലെന്നും ജയസൂര്യ. മറയൂർ കാന്തല്ലൂരിൽ കാട്ടാന ആക്രമണം. ഒരാൾക്ക് ഗുരുതര പരിക്ക്. പരിക്കേറ്റത് പാമ്പൻപാറ തെക്കേൽ തോമസിന്. ഇടുക്കിയിൽ വീണ്ടും ജനവാസ മേഖലയിലെത്തി ചക്കക്കൊമ്പൻ. ഇന്നു പുലർച്ചെ കാട്ടാന എത്തിയത് പന്നിയാർ കോരമ്പാറ എസ്റ്റേറ്റ് ലയത്തിന് സമീപം. ലയത്തിന് സമീപമുള്ള പ്ലാവിൽ നിന്നും ആന ചക്ക പറിച്ചു തിന്നു.
സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മികച്ച യുവ പ്രവാസി വ്യവസായിക്കുള്ള വി ഗംഗാധരൻ സ്മാരക ട്രസ്റ്റ് അവാർഡ് JK മേനോന്. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. കോഴിക്കോട് ഉള്ളിയേരി പൊയിൽത്താഴെ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. അയ്യപ്പൻ കണ്ടി ആദർശാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 10 മണിയോടെ വീട്ടിലേക്ക് വരുന്ന വഴി ഗുഡ്സ് ഓട്ടോ ഇടിക്കുകയായിരുന്നു. കുപ്രസിദ്ധ ഗുണ്ട ഷാനവാസ് അറസ്റ്റിൽ. അടിപിടി, പിടിച്ചുപറി, മോഷണം തുടങ്ങിയ 19ഓളം കേസുകൾ നിലവിലുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോഴിക്കോട് തട്ടുകടയിൽ നിന്ന് ഉപ്പിലിട്ടത് കഴിച്ച കുട്ടിക്ക് വായിൽ പൊള്ളലേറ്റു. വട്ടോളി സ്വദേശിക്കാണ് പൊള്ളലേറ്റത്. തുടർന്ന് ആരോഗ്യ വിഭാഗം കട പൂട്ടിച്ചു. ഉപ്പിലിടാൻ നിയമം ലംഘിച്ച് ആസിഡ് ഉപയോഗിച്ചോ എന്നറിയാൻ പരിശോധനയ്ക്ക് അയച്ചു. യുവതിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ കല്ലേലി ഭാഗം കോട്ടവീട്ടിൽ S. ശ്രീജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം 11-ന് യുവതിയുടെ വീട്ടിൽ വയറിംഗ് സംബന്ധിച്ച ജോലിക്കെത്തിയ ഇയാൾ യുവതിയെ കടന്നുപിടിക്കുകയായിരുന്നു. യുവതിയുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയാണ് പ്രതിയെ കണ്ടെത്തിയത്. വന്യമൃഗങ്ങൾ കൃഷിയിടത്തിൽ കടക്കുന്നത് തടയാൻ നിർമ്മിച്ച സൗരോർജ്ജ വേലി സംരക്ഷിച്ച് വനപാലകർ. വടശ്ശേരിക്കര വനം റേഞ്ചിലെ ചെമ്പരത്തിമൂട് മുതൽ ഒളിക്കല്ല് വനാതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള വേലിയിലെ കാടും പടലും വൃത്തിയാക്കി വനപാലകർ. ജനകീയ പങ്കാളിത്തത്തോടെയാണ് തകർന്നു കിടന്ന സൗരോർജ്ജ വേലി പുനഃസ്ഥാപിച്ചത്. ബൈക്ക് ഓടിച്ചു പോകുന്നതിനിടെ ഹെൽമറ്റിനിടയിലൂടെ ചിത്രശലഭം യുവാവിന്റെ ചെവിക്കുള്ളിൽ കയറി. ചെവിക്കുള്ളിൽ പരിക്കേറ്റ് രക്തം പൊടിഞ്ഞതോടെ യുവാവ് ചികിത്സ തേടി. അത്യാഹിത വിഭാഗം ഫിസീഷ്യൻ ഡോക്ടർ V. വിപിൻലാലിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ചിത്രശലഭത്തെ ജീവനോടെ പുറത്തുവിട്ടു. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ടൗണിലൂടെ വിരണ്ടോടിയ പോത്തിനെ പിടിച്ചുകെട്ടി ഹോംഗാർഡ്. കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് M. അനീഷാണ് വിരണ്ട പോത്തിനെ സാഹസികമായി ടൗണിലെ വൈദ്യുത പോസ്റ്റിൽ പിടിച്ചുകെട്ടിയത്. ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനം നാടെങ്ങും ആചരിച്ചു. ശിവഗിരിയിൽ സമ്മേളനവും ഉപവാസയജ്ഞവും മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിയ വ്യക്തിത്വമാണ് ഗുരുവെന്ന് മന്ത്രി. വിജ്ഞാന പത്തനംതിട്ടയുടെ ആഭിമുഖ്യത്തിൽ വീണ്ടും തൊഴിൽ മേള. വ്യാഴാഴ്ച മലയാലപ്പുഴ മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് മേള നടത്തുന്നത്. 30,000 തൊഴിലവസരങ്ങളാണ് 30 കമ്പനികൾ ലഭ്യമാക്കുന്നത്. അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്കെല്ലാം മേളയിൽ പങ്കെടുക്കും. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുകയായിരുന്ന യാത്രക്കാരനെ ആക്രമിച്ച് ഫോണും 1000 രൂപയും ATM കാർഡും കവർന്ന കേസിൽ 3ാം പ്രതി അറസ്റ്റിൽ. കാസർഗോഡ് ബേക്കൽക്കുന്ന് സ്വദേശി മുഹമ്മദ് സാദിഖിനെയാണ് കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. മെയ് 5-ന് രാത്രിയാണ് സംഭവം. ഉത്തർപ്രദേശിലെ പ്രേംപൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാളത്തിൽ ഗ്യാസ് സിലിണ്ടർ കണ്ടെത്തി. കാൺപൂരിൽ നിന്നും പ്രയാഗ്രാജിലേക്ക് പോവുകയായിരുന്ന ചരക്ക് തീവണ്ടിയുടെ ലോക്കോ പൈലറ്റാണ് ഗ്യാസ് സിലിണ്ടർ കണ്ടെത്തിയത്. സംഭവത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നോയിഡയിൽ റോഡപകടത്തിൽപ്പെട്ട യുവതി തെറിച്ചു വീണ് എലവേറ്റഡ് റോഡിന്റെ തൂണിൽ കുടുങ്ങി. പരിക്കേറ്റ യുവതിയെ അഗ്നിരക്ഷാ സേനാംഗങ്ങളും പോലീസും എത്തി രക്ഷിച്ചു. ശരീരം മുഴുവൻ വൈദ്യുത കമ്പികൾ ചുറ്റി യുവാവ് സ്വയം ഷോക്കേൽപ്പിച്ചു മരിച്ചു. ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ കഴിഞ്ഞ 2 മാസമായി യുവാവ് വിഷാദരോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്ന് പോലീസ്. സംഭവം ചെന്നൈയിൽ.
നടി പാർവതി നായർക്കെതിരെ കേസെടുത്ത് ചെന്നൈ പോലീസ്. നടിക്കെതിരെ കേസെടുത്തത് ജീവനക്കാരനെ മർദ്ദിച്ചെന്ന പരാതിയെ തുടർന്ന് 2022 ഒക്ടോബറിൽ ചെന്നൈയിലെ നടിയുടെ വീട്ടിൽ നിന്ന് പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിച്ചെന്നാരോപിച്ച് നടിയും സുഹൃത്തും നൽകിയ പരാതിയിലാണ് നടപടി. ബംഗളൂരു നഗരത്തെ ഞെട്ടിച്ച് കൊലപാതകം. വൈലിക്കാവൽ പ്രദേശത്തെ റെഫ്രിജറേറ്ററിൽ 26-കാരിയായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. 2-3 ദിവസം മുമ്പാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ്. പരിശോധനയ്ക്ക് ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. ബംഗാളി സിനിമാ രംഗത്തെ ലൈംഗികാതിക്രമങ്ങളും ചൂഷണങ്ങളും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നടിമാരുടെ കൂട്ടായ്മ. ഹേമ കമ്മിറ്റി മാതൃകയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വുമൺസ് ഫോറം ഫോർ സ്ക്രീൻ വർക്കേഴ്സ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കത്തയച്ചു. പഞ്ചാബിലെ ജലന്ധർ ജില്ലയിലെ ഐസ് ഫാക്ടറിയിലുണ്ടായ അമോണിയ വാതക ചോർച്ചയെ തുടർന്ന് ഒരാൾ മരിച്ചു. ചോർച്ചയുണ്ടായതിനെ തുടർന്ന് ഫയർ ടെൻഡറുകളും ആംബുലൻസും ഉൾപ്പെടെ സ്ഥലത്തെത്തി 6 പേരെ രക്ഷപ്പെടുത്തി. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമായി തുടരുന്നു. ലിമെറിക്കിൽ മലയാളി കുടുംബം വീട് വാങ്ങിയതിൽ പരിഹാസവുമായി ഐറിഷ് പൗരൻ. വീട്ടിലെ നെയിം പ്ലേറ്റ് ഉറപ്പിക്കുന്ന മലയാളി കുടുംബത്തിന്റെ വീഡിയോ പങ്കുവച്ച് കോളനിവൽക്കരണമെന്ന വിദ്വേഷ പരാമർശവുമായി മൈക്കിൾ ഒക്കീഫെ. സംഭവത്തിൽ പ്രതിഷേധം ശക്തം. യുകെയിൽ സംഗീത നൃത്ത വിസ്മയങ്ങൾ ഒരുക്കി 7 ബീറ്റ് സംഗീതോത്സവം. സംഗീതോത്സവം 2025 ഫെബ്രുവരി 22 ശനിയാഴ്ച 2 മണി മുതൽ രാത്രി 10 മണി വരെ. ജർമ്മനിയിലെ ബവേറിയൻ സംസ്കാരത്തിന്റെ മുഖമുദ്രയായ ഒക്ടോബർ ഫെസ്റ്റ് എന്നറിയപ്പെടുന്ന ബിയർ ഫെസ്റ്റിവലിന് മ്യൂണിക്കിൽ തുടക്കം. ജർമ്മനിയിൽ നടന്ന തുടർച്ചയായ ആക്രമണങ്ങളെ തുടർന്ന് ഫെസ്റ്റ് നടക്കുന്നത് കനത്ത സുരക്ഷയിൽ. പൗരത്വം സ്ഥിരീകരിച്ചിട്ടില്ലാത്ത 98,000 അരിസോണക്കാർക്ക് വോട്ട് ചെയ്യാമെന്ന് അരിസോണ സുപ്രീം കോടതി. പ്രാദേശിക സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിന് വോട്ടർമാർ അവരുടെ പൗരത്വം തെളിയിക്കേണ്ടതുണ്ട്. എന്നാൽ അരിസോണ സംസ്ഥാനത്ത് വോട്ടർമാർക്ക് ഡ്രൈവിംഗ് ലൈസൻസോ ID നമ്പറോ നൽകി പൗരത്വം തെളിയിക്കാം. ഹൂസ്റ്റണിലെ കൊലപാതക പരമ്പരയിൽ 5 പേരെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റസമ്മതം നടത്തിയ സംഘാംഗത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ. ക്രിസ്ത്യൻ കാവോസ് കൊലപാതകങ്ങളിൽ ചിലത് വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതായി പ്രോസിക്യൂട്ടർമാർ. അച്ഛൻ്റെയും 7 വയസ്സുള്ള സഹോദരൻ്റെയും മുന്നിൽ വെച്ച് അമ്മയെ മകൻ കൊലപ്പെടുത്തി. അമ്മയുടെ തലയ്ക്ക് 4 തവണയാണ് 17 വയസ്സുള്ള മകൻ ഡേവിഡ് പ്രിയർ വെടിവെച്ചത്. ഷിക്കാഗോയിലാണ് സംഭവം. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.